2024 നീറ്റ് എക്സാം കഴിഞ്ഞു മക്കളെ. അപ്പോൾ എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവും. എത്ര മാർക്കിനാണ് MBBS കിട്ടുക എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും അധികം ആളുകൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എക്സാമിന്റെ ലെവൽ ഒന്നും ഈസി ഒന്നും ആയിട്ടില്ല. മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു എക്സാം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ അത്രയധികം റിസൾട്ട്സ് ആണ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ളത്. പക്ഷേ കോമ്പറ്റീഷൻ സ്വാഭാവികമായും ലാസ്റ്റ് ഇയറിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങളിപ്പം ടോട്ടൽ ഈ പറഞ്ഞ പോലെ 650+ ഈ പറഞ്ഞ 700+ ഒക്കെ നമ്മുടെ ടോട്ടൽ എക്സാം കുട്ടികളുടെ റിസൾട്ട്സ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഈ വർഷത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു 635+ ആണെങ്കിൽ മാത്രമാണ് ഒരു സ്റ്റേറ്റ് മെറിറ്റുകാരൻ MBBS കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. 635 ആയിരിക്കാനാണ് സാധ്യത. 635 to 640. സോ ഇതായിരിക്കും ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 625+ എന്നുള്ള രീതിയിൽ ആയിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. കാര്യം അത്രയധികം കോമ്പറ്റീഷൻ ലാസ്റ്റ് ഇയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സുവോളജി വളരെ സിമ്പിൾ ആയിരുന്നു, ബയോളജി വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു. ഫിസിക്സ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ച് ആളുകൾക്കെങ്കിലും കൺഫ്യൂസിങ് ആയിട്ടുണ്ടായത്. പക്ഷെ മെജോറിറ്റി ആളുകൾക്കും 700+ ഒക്കെ അത്രയധികം സ്കോർ ചെയ്തിട്ടുണ്ട് ധൈര്യത്തിലെ കുട്ടികൾ. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാര്യം ഒരുപാട് കുട്ടികൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തേർഡ് ഇയറിലെ ഹൈബ്രിഡ് ബാച്ചാണ്. നിങ്ങൾ ആലോചിക്കണം, 3ാമത്തെ വർഷത്തെ ഹൈബ്രിഡ് ബാച്ചിൽ വെച്ച് തന്നെ ഇത്രയധികം 700+ ഹൈബ്രിഡ് ബാച്ചിൽ നിന്നും ഇന്റഗ്രേറ്റഡ് സ്കൂൾ ആയിക്കോട്ടെ, സൂപ്പർ കിങ്സ് ബാച്ച് ആയിക്കോട്ടെ, എല്ലാത്തിൽ നിന്നും അടിപൊളി റിസൾട്ട്, ധീര ബാച്ച് ആയിക്കോട്ടെ, ഓൺലൈൻ ധീര ബാച്ച്, എല്ലാത്തിൽ നിന്നും അത്രയധികം റിസൾട്ട്സ്. എല്ലാ ബാച്ചിനും ഈ പറഞ്ഞ പോലെ റിസൾട്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. എല്ലാവരുടെയും വീഡിയോ എല്ലാം ഇനി ചാനലുകളിൽ വരും. അപ്പൊ ഞങ്ങൾ എല്ലാവരും സന്തോഷത്തിലാണ്. കാര്യം 3ാമത്തെ വർഷം ഒരു പ്ലാറ്റ്ഫോമിനെ വിശ്വസിച്ച് വരുന്ന കുട്ടികളിൽ നിന്ന് അല്ലെ, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല ഞങ്ങൾ കുട്ടികളെ എടുക്കുക. അങ്ങനെ അല്ലാതെ കുട്ടികൾ വന്നിട്ട് അവരിൽ നിന്ന് കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുത്ത് അവരിൽ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഇത് ആഗ്രഹം ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു റിസൾട്ടിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സൈലത്തിന്റെ വലിയൊരു വിജയമാണ്. ആൻഡ് ഇത് അടുത്ത വർഷം ഇതിന്റെയൊക്കെ ഇരട്ടിയായി ഞങ്ങൾ മാറ്റും. കാര്യം ഞങ്ങളുടെ റിസൾട്ട് ലാസ്റ്റ് ഇയർ വെച്ച് JEE നോക്കിയാലും നീറ്റ് നോക്കിയാലും എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് നമ്മുടെ റിസൾട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷവും അത് തന്നെയായിരിക്കും. ഞങ്ങൾ എല്ലാവരും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ സ്കോർ ഇല്ലാത്തവർ സങ്കടപ്പെടേണ്ട മക്കളെ, നിങ്ങളോടൊപ്പം സൈലം ഉണ്ടാകും. അത് ഇനിയിപ്പം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ധീര ബാച്ച് ഉണ്ട്. ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ ഹൈബ്രിഡ് ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഫേർട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ സാറ്റ് എക്സാം വരുന്നുണ്ട് May 10. അടിപൊളിയായിട്ട് പഠിക്കുക, തകർക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് വെച്ച് നോക്കുന്നത് 635 to 640 ആകാനാണ് സാധ്യത. സോ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ OBC കാറ്റഗറി ആണെങ്കിൽ ഒരു 625 ആകാനാണ് സാധ്യതയുള്ളത്. സോ ബാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ ഓവറോൾ OMR ഷീറ്റ്, ഈ പറഞ്ഞ ഫൈനൽ കീയും ടോട്ടൽ റിസൾട്ട് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്രം അവർ സൈഡ് നമ്മുടെ അനാലിസിസ് ലാസ്റ്റ് ഇയർ ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു മാർക്കിലേക്കാണ് എത്തുന്നത്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.